ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ മത്തങ്ങ കൊണ്ട് ഒരു മസാല കൂട്ടാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇപ്പം ഞാൻ മത്തങ്ങ നല്ലതുപോലെ കഴുകി തൊലിയെല്ലാം ചെത്തി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതും വെളുത്തുള്ളി ഒരു 3 അല്ലി കട്ട് ചെയ്തതുമാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇല, 2 വറ്റൽമുളക്, ഒരു വറ്റൽമുളക് 2 പീസ് മുറിച്ച് വന്നത്. ഇതിലേക്ക് പച്ചമുളക്, ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, സവാള ഉള്ളി കൊത്തി അരിഞ്ഞ് വെച്ചില്ല അത് ചേർത്ത് കൊടുക്കും. ചെറുതായി അരച്ചിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങയില്ല. ശരിക്കും എണ്ണ ചൂടായി കഴിയുമ്പോൾ തന്നെയാണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. കടുക് ഇട്ട് കൊടുക്കില്ല, അപ്പോൾ തന്നെ നമ്മൾ കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. കുറച്ച് ഉപ്പ് പൊടി കൂടി ഇതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇതെല്ലാം നമ്മൾ മത്തങ്ങയും കട്ട് ചെയ്ത് വെച്ച ഐറ്റംസും എല്ലാം നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. അതിനുശേഷം വേണം പൊടിവകകൾ ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പൊടിവകകൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി. മത്തങ്ങ ഒരു 400 ഗ്രാമോളം ഉണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മത്തങ്ങ നല്ലതുപോലെ വേവണം. ഈ പൊടിവകകൾ ചേർത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 7-8 മിനിറ്റ് ഇത് വേവണം. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മൾ മത്തങ്ങയെല്ലാം എന്താ ഇങ്ങനെ വെന്തിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഇനി നമ്മുടെ മത്തങ്ങ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച ശേഷം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു 1/2 സ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കും. ഇതെല്ലാം ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഉടച്ചു കൊടുക്കണം. മത്തങ്ങ ഇടയ്ക്ക് വെന്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഉടച്ചുകൂടെ കൊടുത്താൽ നന്നായിരിക്കും. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ പംകിൻ മസാലയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ഉടച്ചു കൊടുത്ത് ഉപ്പെല്ലാം നല്ല പരുവത്തിനാക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പെല്ലാം നല്ലതുപോലെ കറക്റ്റാണോ എന്ന് നോക്കേണ്ടതുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കും.
ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.